ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ബിന്ദു. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 3 സംസ്ഥാനങ്ങളിലേക്കുള്ള സന്ദർശനത്തിന് നാളെ തുടക്കമാകും. കേരള മുഖ്യമന്ത്രിയെ തീരുമാനിക്കാനുള്ള ചർച്ച ന്യൂഡൽഹിയിൽ പുരോഗമിക്കുന്നു. തമിഴ്നാട്ടിൽ കേവല ഭൂരിപക്ഷം നേടി നടൻ വിജയുടെ നേതൃത്വത്തിലുള്ള തമിഴക വെற்றிക്കഴകം 120 MLA-മാരുടെ പിന്തുണയിൽ സർക്കാർ രൂപീകരണത്തിന് ഒരുങ്ങി TVK. 2025 ദേശീയ പഞ്ചായത്ത് പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. കേരളത്തിൽ നിന്നും ഹരിപ്പാട്, നിരണം, ഒറ്റൂർ, മേലുകാവ് പഞ്ചായത്തുകൾക്ക് അംഗീകാരം. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം ഇടിമിന്നലോട് കൂടിയ മഴ തുടരും. ഇന്ന് 9 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരള, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ISL ഫുട്ബോളിൽ ഗോവ മോഹൻ ബഗാൻ മത്സരം പുരോഗമിക്കുന്നു. 2ാം മത്സരത്തിൽ ജംഷഡ്പൂർ ബംഗളൂരുവുമായി ഏറ്റുമുട്ടും. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെയും മറ്റന്നാളുമായി കർണാടക, തെലങ്കാന, ഗുജറാത്ത് സംസ്ഥാനങ്ങൾ സന്ദർശിക്കും. നാളെ രാവിലെ കർണാടകയിലെത്തുന്ന അദ്ദേഹം ബംഗളൂരുവിൽ ആർട്ട് ഓഫ് ലിവിംഗിന്റെ 45ാം വാർഷിക ആഘോഷങ്ങളിൽ പങ്കെടുക്കും. തുടർന്ന് ഹൈദരാബാദിൽ 9,400 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികൾക്ക് തുടക്കം കുറിക്കും. മറ്റന്നാൾ രാവിലെ ഗുജറാത്തിലെ സോംനാഥ് ക്ഷേത്രത്തിലെ സോംനാഥ് അമൃത് മഹോത്സവത്തിൽ ശ്രീ മോദി പങ്കെടുക്കും. കേരള മുഖ്യമന്ത്രിയെ തീരുമാനിക്കാനുള്ള ചർച്ച ന്യൂഡൽഹിയിൽ കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെയുടെ വസതിയിൽ പുരോഗമിക്കുന്നു. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ സാന്നിധ്യത്തിലാണ് യോഗം. AICC നിരീക്ഷകരായ മുകുൾ വാസ്നിക്, അജയ് മാക്കൻ എന്നിവരും നിയുക്ത MLA-മാരായ രമേശ് ചെന്നിത്തല, VD സതീശൻ, സണ്ണി ജോസഫ് തുടങ്ങിയവരും യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. പ്രഖ്യാപനം ഉടൻ ഉണ്ടാകുമെന്നാണ് കോൺഗ്രസ് വൃത്തങ്ങൾ പ്രതികരിക്കുന്നത്. തമിഴ്നാട്ടിൽ കേവല ഭൂരിപക്ഷം നേടി നടൻ വിജയുടെ നേതൃത്വത്തിലുള്ള തമിഴക വെற்றிക്കഴകം വിടുതലൈ ചിരുതൈകൾ കക്ഷിയും IUML-ഉം TVK-യെ പിന്തുണയ്ക്കും. 2 VCK MLA-മാരുടെ പിന്തുണ കത്ത് അധ്യക്ഷൻ തോൽ തിരുമാളവൻ ചെന്നൈയിൽ TVK ഇലക്ഷൻ മാനേജ്മെന്റ് ജനറൽ സെക്രട്ടറി ആദവ് അർജുന് കൈമാറി. ഇതോടെ സർക്കാർ രൂപീകരിക്കാൻ 120 MLA-മാരുടെ പിന്തുണ TVK ഉറപ്പിച്ചു. അതിനിടെ ഏറ്റവും വലിയ ഒറ്റകക്ഷിയെ സർക്കാർ രൂപീകരിക്കാൻ ക്ഷണിക്കേണ്ടത് ഗവർണറുടെ കടമയാണെന്ന് CPIM ദേശീയ ജനറൽ സെക്രട്ടറി MA ബേബി അഭിപ്രായപ്പെട്ടു. പശ്ചിമബംഗാൾ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത സുവേന്ദു അധികാരിയെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു. വരാനിരിക്കുന്ന ഭരണകാലം മികച്ചതാകട്ടെ എന്ന് അദ്ദേഹം ആശംസിച്ചു. മന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്ത ദിലീപ് ഘോഷ്, അഗ്നിമിത്ര പോൾ, അശോക് കീർത്തനിയ, ക്ഷുതിറാം തുഡു, നെസിത് പ്രാമാണിക് എന്നിവരെയും പ്രധാനമന്ത്രി അഭിനന്ദനങ്ങൾ അറിയിച്ചു. അസമിൽ പുതിയ സർക്കാരിന്റെ സത്യപ്രതിജ്ഞ ചൊവ്വാഴ്ച നടക്കും. BJP നേതൃത്വം നൽകുന്ന NDA തുടർച്ചയായ 3ാം തവണയാണ് ഇവിടെ അധികാരത്തിലെത്തുന്നത്. നിയമസഭാ കക്ഷി നേതാവിനെ തെരഞ്ഞെടുക്കുന്നതിനായി BJP നാളെ യോഗം ചേരും. 2025 ദേശീയ പഞ്ചായത്ത് പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. കേരളത്തിൽ നിന്നും 4 പഞ്ചായത്തുകൾക്ക് അംഗീകാരം. വിശദാംശങ്ങളിലേക്ക്. രാജ്യത്തുടനീളമുള്ള ആകെ 42 പഞ്ചായത്തുകളെയാണ് പുരസ്കാരത്തിനായി തിരഞ്ഞെടുത്തത്. ഹെൽത്തി പഞ്ചായത്ത് വിഭാഗത്തിലെ ദീൻദയാൽ ഉപാധ്യായ പഞ്ചായത്ത് സതത് വികാസ് പുരസ്കാരം പത്തനംതിട്ടയിലെ നിരണം പഞ്ചായത്തിന് ലഭിച്ചു. ഈ വിഭാഗത്തിൽ 3ാം സ്ഥാനത്താണ് നിരണമെത്തിയത്. മികച്ച ശിശു സൗഹൃദ പഞ്ചായത്തുകളിൽ തിരുവനന്തപുരം ജില്ലയിലെ ഒറ്റൂരിനെ 3ാം സ്ഥാനത്തിനായി തിരഞ്ഞെടുത്തു. അടിസ്ഥാന സൗകര്യത്തിൽ സ്വയം പര്യാപ്തമായ മികച്ച പഞ്ചായത്തിനുള്ള അവാർഡ് കോട്ടയം മേലുകാവ് സ്വന്തമാക്കി. മികച്ച ബ്ലോക്ക് പഞ്ചായത്തിനുള്ള നാനാജി ദേശ്മുഖ് സർവോത്തമം പഞ്ചായത്ത് സതത് വികാസ് പുരസ്കാരം ആലപ്പുഴ ജില്ലയിലെ ഹരിപ്പാടിനും ലഭിച്ചു. പുരസ്കാരാർഹമായ പഞ്ചായത്തുകൾക്ക് സാമ്പത്തിക പ്രോത്സാഹനമായി 50 ലക്ഷം രൂപ മുതൽ 5 കോടി രൂപ വരെയാണ് ലഭിക്കുക. പുരസ്കാര വിതരണ ചടങ്ങ് ജൂൺ 3 ന്യൂഡൽഹിയിൽ നടക്കുമെന്ന് പഞ്ചായത്ത് രാജ് മന്ത്രാലയം അറിയിച്ചു. ന്യൂസ് ഡെസ്ക് ആകാശവാണി. കേന്ദ്ര സർക്കാരിന്റെ യുവസംഘം പദ്ധതിയുടെ ഭാഗമായി കേരളത്തിൽ നിന്നും ലക്ഷദ്വീപിൽ നിന്നുമുള്ള 39 അംഗ വിദ്യാർത്ഥി സംഘം ജമ്മുവിലേക്ക് യാത്ര തിരിച്ചു. കേരളത്തിലെ 14 ജില്ലകളിൽ നിന്നുമുള്ള 38 വിദ്യാർത്ഥികളും ലക്ഷദ്വീപിൽ നിന്നുള്ള 1 വിദ്യാർത്ഥിയുമാണ് സംഘത്തിലുള്ളത്. വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ ഏക് ഭാരത് ശ്രേഷ്ഠ് ഭാരത് പ്രചാരണത്തിന്റെ 6ാം ഘട്ടത്തിന്റെ ഭാഗമായി IIM കോഴിക്കോടും IIM ജമ്മുവും സംയുക്തമായാണ് സാംസ്കാരിക വിദ്യാഭ്യാസ കൈമാറ്റ പരിപാടി സംഘടിപ്പിക്കുന്നത്. ആകാശവാണിയുടെ അഖില കേരള റേഡിയോ നാടകോത്സവത്തിന് നാളെ തുടക്കമാകും. ശബ്ദവിസ്മയവുമായി മലയാളത്തിന്റെ പ്രിയ നടൻ മോഹൻലാൽ ഇത്തവണ നാടകോത്സവത്തിന്റെ ഭാഗമാകും. കേരളത്തിലെ എല്ലാ ആകാശവാണി നിലയങ്ങളിലൂടെയും ന്യൂസ് ഓൺ എയർ ആപ്പിലൂടെയും ശ്രോതാക്കൾക്ക് നാടകങ്ങൾ ആസ്വദിക്കാം. ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട് തയ്യാറാക്കിയ റിപ്പോർട്ട്. അഖില കേരള റേഡിയോ നാടകോത്സവം നാളെ മുതൽ ഈ മാസം 18 വരെയാണ് ശ്രോതാക്കളിൽ എത്തുന്നത്.
രാത്രി 9:30 നാടകങ്ങൾ പ്രക്ഷേപണം ചെയ്യുന്നത്. പുനഃപ്രക്ഷേപണം അടുത്ത ദിവസം ഉച്ചയ്ക്ക് 1 മണിക്കുണ്ടായിരിക്കും. ഈ ശ്രവ്യവിരുന്നിൽ മലയാള സിനിമയിലെയും നാടകരംഗത്തെയും പ്രമുഖ താരങ്ങൾ അണിനിരക്കുന്നു. ഈ വർഷത്തെ നാടകോത്സവത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത പ്രിയനടൻ മോഹൻലാലിന്റെ സാന്നിധ്യമാണ്. ആകാശവാണി, തിരുവനന്തപുരം, കൊച്ചി നിലയങ്ങളുടെ നാടകങ്ങൾക്ക് ശബ്ദം നൽകിക്കൊണ്ടാണ് നീണ്ട ഇടവേളയ്ക്ക് ശേഷം അദ്ദേഹം ശ്രോതാക്കൾക്ക് ശ്രവ്യവിരുന്നൊരുക്കുന്നത്. നാടകോത്സവത്തിലെ ആദ്യത്തെയും അവസാനത്തെയും നാടകത്തിലെ കേന്ദ്ര കഥാപാത്രവും മോഹൻലാൽ ആണ് എന്ന പ്രത്യേകതയും ഇത്തവണയുണ്ട്. സംസ്ഥാനത്തെ KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര നടപ്പാക്കുന്നതിന്റെ ഭാഗമായി ജെൻഡർ ടിക്കറ്റിംഗ് രേഖപ്പെടുത്തി തുടങ്ങി. ടിക്കറ്റ് നൽകുമ്പോൾ പുരുഷൻ, സ്ത്രീ എന്ന് രേഖപ്പെടുത്തുന്ന സംവിധാനമാണ് പ്രാബല്യത്തിൽ വന്നത്. UDF അധികാരത്തിൽ വന്നാൽ KSRTCയിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര ഉറപ്പാക്കുമെന്ന് കോൺഗ്രസ് പ്രകടന പത്രികയിലൂടെ വാഗ്ദാനം നൽകിയിരുന്നു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടിയായ നല്ല വാർത്ത എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം 6:40 പ്രക്ഷേപണം ചെയ്യുന്നു. ഇന്ന് പ്രാദേശിക വാർത്തകൾക്ക് ശേഷം നല്ല വാർത്ത കേൾക്കാവുന്നതാണ്. സ്വർണ്ണവിലയിൽ നേരിയ കുറവ്. പവന് 240 രൂപ കുറഞ്ഞ് 1,11,720 രൂപയും ഗ്രാമിന് 13,965 രൂപയുമാണ് ഇന്നത്തെ വില. തേക്കടി തടാകത്തിൽ ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് KTDCയുടെ വലിയ ബോട്ടുകൾ സർവീസ് പുനരാരംഭിച്ചു. വേനലിൽ ജലനിരപ്പ് താഴ്ന്നതിനെ തുടർന്ന് കഴിഞ്ഞ ഏപ്രിൽ 30 വലിയ ബോട്ടുകളുടെ സർവീസ് നിർത്തിവച്ചിരുന്നു. നിലവിൽ 40 പേർക്ക് വീതമാണ് യാത്ര ചെയ്യാനുള്ള അനുമതി. സംസ്ഥാനത്ത് ബുധനാഴ്ച വരെ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് തിരുവനന്തപുരം മുതൽ തൃശൂർ വരെയുള്ള ജില്ലകളിലും കോഴിക്കോടും മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. തിരുവനന്തപുരം മുതൽ ഇടുക്കി വരെയുള്ള 7 ജില്ലകളിൽ നാളെയും മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. കേരളം, ലക്ഷദ്വീപ് തീരങ്ങളിൽ അടുത്ത 4 ദിവസം മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. ലക്ഷദ്വീപിലും ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലക്ഷദ്വീപ് പ്രതിനിധി അബ്ദുൽ സലാം. ശക്തമായ കാറ്റിനും മഴയ്ക്കും സാധ്യതയുള്ളതിനാൽ ഇന്നും നാളെയുമായി ലക്ഷദ്വീപിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. മോശം കാലാവസ്ഥ മുൻനിർത്തി ഈ കാലയളവിൽ മത്സ്യത്തൊഴിലാളികൾ ഒരു കാരണവശാലും കടലിൽ പോകരുതെന്ന് അധികൃതർ കർശന നിർദ്ദേശം നൽകി. കൂടാതെ കാലാവസ്ഥയിൽ ശമനമുണ്ടാവുന്നതുവരെ ദ്വീപുകൾക്കിടയിൽ സർവീസുകൾ നടത്തിവരുന്ന ഹൈസ്പീഡ് വെസലുകളുടെ യാത്രകൾ മുഴുവനായും റദ്ദു ചെയ്തു. ഇതിലൂടെ പ്രധാനമായും മറ്റ് ദ്വീപുകളിൽ നിന്നും അഗത്തി ദ്വീപിൽ എത്തിച്ചേർന്ന് ഇന്നും നാളെയുമായി കൊച്ചിയിലേക്ക് ഫ്ലൈറ്റ് ടിക്കറ്റുകൾ എടുത്തിരുന്ന യാത്രികരുടെ സഞ്ചാരം പൂർണ്ണമായും അനിശ്ചിതത്വത്തിലായിരിക്കുകയാണ്. അത്യാഹിത ഘട്ടങ്ങളിൽ പറക്കാൻ അനുമതിയുള്ള ഹെലികോപ്റ്ററുകളും പരിമിതമായ ഓൾ വെതർ യാത്രാ കപ്പലുകളുമാണ് നിലവിൽ സഞ്ചാരികൾക്കുള്ള ഏക ആശ്രയം. ISL ഫുട്ബോളിൽ ഗോവ മോഹൻ ബഗാൻ മത്സരം പുരോഗമിക്കുന്നു. ഇരു ടീമുകളും ഓരോ ഗോൾ വീതം നേടിയിട്ടുണ്ട്. രാത്രി 7:30 നടക്കുന്ന മത്സരത്തിൽ ജംഷഡ്പൂർ ബംഗളൂരുവുമായി ഏറ്റുമുട്ടും. ലക്ഷദ്വീപിലെ കപ്പൽ ഓൺലൈൻ ടിക്കറ്റ് ബുക്കിംഗ് സൈറ്റുകൾ ഹാക്ക് ചെയ്തെന്ന പരാതിയിൽ 4-അംഗ സംഘത്തെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ടിക്കറ്റുകൾ അനധികൃതമായി തടഞ്ഞുവെച്ച് ഉയർന്ന വിലയ്ക്ക് മറിച്ചു നൽകുന്നുവെന്നാരോപിച്ചാണ് ലക്ഷദ്വീപ് മിനിക്കോയ് സ്വദേശികളായ ഇവരെ അറസ്റ്റ് ചെയ്തത്. മിനിക്കോയ്, കൊച്ചി, കവരത്തി എന്നിവിടങ്ങളിൽ നിന്നാണ് പ്രതികളെ പിടികൂടിയത്. തിരുവനന്തപുരം നഗരത്തിൽ കോർപ്പറേഷൻ ഓഫീസ് നന്ദൻകോട് റോഡിൽ മാൻഹോളിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഗതാഗത നിയന്ത്രണം. TTC, ദേവസ്വം ബോർഡ്, നന്ദൻകോട് ഭാഗങ്ങളിൽ നിന്നും കോർപ്പറേഷൻ ഓഫീസ് ഭാഗത്തേക്ക് പോകേണ്ട വാഹനങ്ങൾ വെള്ളയമ്പലം മ്യൂസിയം വഴി പോകേണ്ടതാണ്. കോർപ്പറേഷൻ ഓഫീസ് ഭാഗത്തു നിന്നും നന്ദൻകോട് ഭാഗത്തേക്ക് പോകേണ്ട വാഹനങ്ങൾ വെള്ളയമ്പലം വഴിയോ PMG നളന്ദ വഴിയോ പോകണം. കൊല്ലം തെന്മലയിൽ വീണ്ടും കരടിയുടെ സാന്നിധ്യം. തെന്മല MSLന് സമീപത്തെ വനത്തിലെ പാറക്കൂട്ടത്തിലാണ് കരടിയെയും കുഞ്ഞുങ്ങളെയും കണ്ടത്. ഈ മാസം ആദ്യവും പ്രദേശത്ത് കരടിയെ കണ്ടിരുന്നു. ഇടുക്കി കൊമ്പടിഞ്ഞാലിൽ ദുരൂഹ സാഹചര്യത്തിൽ പൊള്ളലേറ്റ് ഒരു കുടുംബത്തിലെ 4 പേർ മരിച്ച സംഭവത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് പ്രതിഷേധം ശക്തം. കൊമ്പടിഞ്ഞാൽ ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ ജില്ലാ പോലീസ് മേധാവിയുടെ കാര്യാലയത്തിലേക്ക് മാർച്ചും ധർണയും നടത്തി. ഏകദേശം 1 വർഷം മുൻപാണ് തള്ളലിപ്പടലിൽ വീട്ടിൽ ശുഭ, അമ്മ പൊന്നമ്മ, മക്കളായ അഭിനന്ദ്, അഭിനവ് എന്നിവർ മരിച്ചത്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 3 സംസ്ഥാനങ്ങളിലേക്കുള്ള സന്ദർശനത്തിന് നാളെ തുടക്കമാകും. കേരള മുഖ്യമന്ത്രിയെ തീരുമാനിക്കാനുള്ള ചർച്ച ന്യൂഡൽഹിയിൽ പുരോഗമിക്കുന്നു. തമിഴ്നാട്ടിൽ കേവല ഭൂരിപക്ഷം നേടി നടൻ വിജയുടെ നേതൃത്വത്തിലുള്ള തമിഴക വെற்றிക്കഴകം 120 MLA-മാരുടെ പിന്തുണയിൽ സർക്കാർ രൂപീകരണത്തിന് ഒരുങ്ങി TVK. 2025 ദേശീയ പഞ്ചായത്ത് പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. കേരളത്തിൽ നിന്നും ഹരിപ്പാട്, നിരണം, ഒറ്റൂർ, മേലുകാവ് പഞ്ചായത്തുകൾക്ക് അംഗീകാരം.
സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം ഇടിമിന്നലോട് കൂടിയ മഴ തുടരും. ഇന്ന് 9 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരള, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ISL ഫുട്ബോളിൽ ഗോവ മോഹൻ ബഗാൻ മത്സരം പുരോഗമിക്കുന്നു. 2ാം മത്സരത്തിൽ ജംഷഡ്പൂർ ബംഗളൂരുവുമായി ഏറ്റുമുട്ടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.